ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. എൽ.ഡി.എഫിന് തന്നെ ഉറപ്പിച്ചു. വയസ്സായവർക്കൊക്കെ ഇപ്പം പെൻഷൻ അതെല്ലാം കൂട്ടിയതുകൊണ്ടൊക്കെ വലിയ ദോഷം. കേരളം ഇനി കൈവിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നമസ്കാരം ചേച്ചി, പേരെന്താ? ശ്രീജ. എവിടെ നിന്ന് വരുന്നു? നിയമം തന്നെ. നിയമം തന്നെ. അപ്പം ചേച്ചിക്ക് അറിയാലോ 2026 ഇലക്ഷന്റെ ചൂടിലാണ് നമ്മൾ എല്ലാവരും അല്ലേ? ഇത്തവണത്തെ ഇലക്ഷനെ ചേച്ചി എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആഗ്രഹം. ഏത് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കും? അതിപ്പോ പറയുന്നില്ല. പറയത്തില്ല. അപ്പൊ സീക്രട്ട് ആയിട്ട് വെക്കാനാണ് ചേച്ചിക്ക് താല്പര്യം. ജനാധിപത്യ രാജ്യമാണല്ലോ കൂടുതൽ നമ്മൾ ചോദിക്കുന്നില്ല. ശരി, അപ്പൊ നമുക്കിതാ ലോയർ ആവാൻ വേണ്ടി പഠിക്കുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും വേറെ ആർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റുക? പേരെന്താണ്? ആഷിറ. അപ്പൊ അറിയാലോ 2026 ഇലക്ഷൻ ഈ വരുന്ന April 9 വോട്ടിടാൻ പോവോ? എനിക്ക് വോട്ടില്ല. കുഴപ്പമില്ല. വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യായിരുന്നു? എൽ.ഡി.എഫിന് തന്നെ ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ്? ബാക്കി പാർട്ടികൾ ഇനി വരേണ്ട ഒരു മാറ്റം വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത്രയും വർഷം നമ്മളെ കേരളത്തിന് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെ ആയിട്ടില്ല. അതെ. ഇനി നമ്മൾ മാറ്റി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം ഇനി കൈവിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൽ.ഡി.എഫ് തന്നെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് മറ്റു പാർട്ടികൾ വന്നാൽ നമ്മുടെ കേരളത്തിൽ സമാധാനവും സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നില്ല. എൽ.ഡി.എഫ് തന്നെ വരണം. ഓക്കെ, ലാൽ സലാം. നമസ്കാരം ചേട്ടാ, പേരെന്താ? കുട്ടപ്പൻ. ഓക്കെ, ചേട്ടനിപ്പം വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഇത്തവണ ഒരു ഭരണമാറ്റം വേണമെന്നാണോ അതോ ഇവരുടെ ഭരണത്തിൽ തൃപ്തരാണോ? എൽ.ഡി.എഫിന്റെ ഭരണം വലിയ കുഴപ്പമൊന്നുമില്ല, ന്യായമായിട്ടുള്ള ഭരണം നടക്കുകയാണ്. അതെ, അപ്പൊ അവര് തന്നെ വരണമെന്നാണ്. അവർ പറഞ്ഞ ആളുകൾക്ക് വയസ്സായവർക്കൊക്കെ ഇപ്പം പെൻഷൻ അതെല്ലാം കൂട്ടിയതുകൊണ്ടൊക്കെ വലിയ ദോഷം. ഒരുപാടധികം പദ്ധതികൾ വീട് വെക്കാനടക്കം എല്ലാത്തിനും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ അവര് തന്നെ വരണമെന്ന് വിശ്വസിക്കുന്നു. ശരി, അടിപൊളി.